എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ മെയ് 18-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിലവിൽ ഒഫീഷ്യലായിട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മെയ് 18-ാം തീയതിയോടെ നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഈ ഒരു ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഓരോ വിഷയവും നിങ്ങൾക്ക് അറിയാം 80 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 80 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 60 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 വർഷം കൂടി ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് TE മാർക്കാണ്. ഈ ഒരു TE മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു എഴുത്ത് പരീക്ഷയുടെ അതായത് ഈ പരീക്ഷയിൽ ലഭിക്കുന്ന TE മാർക്കിനോടൊപ്പം തന്നെ ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്ത് ആ ഒരു രീതിയിൽ ടോട്ടലായിട്ട് ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ 80-ൽ നിങ്ങൾക്ക് അറിയാം 48 മാർക്കാണ് 2 വർഷത്തെ മാർക്കായിട്ട് വേണ്ടത്. 60 മാർക്കിൻ്റെതിൽ നിങ്ങൾക്കറിയാം 36 മാർക്കാണ് 2 വർഷത്തെ മാർക്കായിട്ട് നിങ്ങൾ നേടേണ്ടത്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾ 2 വർഷത്തെ മാർക്കിനത്തിലായിട്ട് TE മാർക്കോ അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്തായാലും ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിച്ചതായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് +1ൻ്റെയും +2ൻ്റെയും മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിസൾട്ട് വരിക. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളായിരുന്നാലും ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ഉൾപ്പെടെയാണ് ഈ ഒരു റിസൾട്ടിൽ വരുന്നത്. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിന് ഏതെങ്കിലും ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ മാത്രം എഴുതിയിട്ട് ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ ജയിക്കുന്ന വിദ്യാർത്ഥികൾ TE മാർക്ക് മാത്രം നോക്കുക. നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ മാർക്ക് കൂടി അതായത് ഈ ഒരു TE മാർക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേസ് മാർക്കും നിങ്ങൾ കൂട്ടുക. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 80-ൽ നിങ്ങൾക്ക് 48 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ 60-ൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അങ്ങനെ കിട്ടിയിട്ടില്ലാതെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫെയിൽഡ് ആയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഓവറോളായിട്ട് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ +2 ആ ഒരു ഓവറോളായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ +1ൻ്റെയും +2ൻ്റെയും ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയുടെ മാർക്ക് മാത്രമേ ജയിക്കാനായിട്ട് ഉള്ളൂ എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു TE മാർക്ക് മാത്രം നോക്കുക. 2 വർഷത്തെ TE മാർക്കിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ നോക്കുക. അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു TE മാർക്ക് അത് പരീക്ഷയുടെ മാർക്കും ഗ്രേസ് മാർക്കും നോക്കിയിട്ട് ആ ഒരു സബ്ജക്റ്റിന് 2 വർഷം കൂടി 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്കും 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 36 മാർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. ഈ ഒരു രീതിയിൽ മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ +2 റിസൾട്ട് വന്ന് 2 ദിവസത്തിനുള്ളിൽ സേ പരീക്ഷയ്ക്കുള്ള സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുക. ഇനി അതുപോലെ തന്നെ +2 ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് +2 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളാണ്. അതായത് ആദ്യമായിട്ട് +2 പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് കുറവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അതായത് സേ പരീക്ഷയോടൊപ്പം സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ ആ ഒരു അവസരം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ സേ പരീക്ഷയാണ് എഴുതേണ്ടി വരിക. സേ പരീക്ഷയ്ക്ക് ഈ ഒരു എത്ര വിഷയം വേണമെങ്കിലും അതായത് നിങ്ങൾ 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയം അതായത് +2 അറിയാം 6 വിഷയമാണുള്ളത്. 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയം എഴുതാം. 6-ൽ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ പ്രാക്ടിക്കൽ മുമ്പ് ഈ ഒരു +2ൻ്റെ ആ ഒരു സമയത്ത് അതായത് ഏകദേശം ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിട്ട് പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ +2ൻ്റെ സേ പരീക്ഷ സമയത്ത് ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ കൂടി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ റിസൾട്ട് പരിശോധിക്കേണ്ടതെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിലാണ് വരിക. അതായത് www.dhsckerala.gov.in എന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് വരിക. അവിടെ എക്സാമിനേഷൻസ് എന്നുള്ള സെഷനിലാണ് നിങ്ങളുടെ ആ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യങ്ങൾ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. റീവാലുവേഷൻ അതുപോലെ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടും. സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് സൂക്ഷ്മ പരിശോധനയാണ്. റീവാലുവേഷൻ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളുടെ ആൻസർ ഷീറ്റ് പരിശോധിക്കുന്നതാണ്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ടതില്ല. കാരണം രണ്ടും ഏകദേശം സെയിം രീതിയാണ്. അതായത് റീവാലുവേഷൻ ഒന്നുകൂടി പരിശോധിക്കും. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും മാർക്ക് ഇട്ടത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു DHSC വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ HSC റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് kerala result.nic.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോയാൽ മതിയാകും.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. നിലവിൽ ഈ റിസൾട്ട് ഒന്നും വരാത്തതുകൊണ്ടാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ലിങ്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ റോൾ നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഒരു സിമ്പിൾ കാണാം ഇവിടെ സൈഡിലായിട്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും iExam മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ്, അതായത് +2 ടോട്ടലി ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് നോക്കുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് സൈഡിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും NHS or EHS എന്നുള്ളത്. NHS എന്ന് പറയുമ്പോൾ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. EHS എന്നാണെങ്കിൽ ജയിച്ചിട്ടുണ്ട്. EHSൻ്റെ ഫുൾ ഫോം എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് തുടർ പഠനത്തിന് യോഗ്യതയുണ്ട്. അതുപോലെ NHS എന്ന് പറയുമ്പോൾ തുടർ പഠനത്തിന് യോഗ്യത ഇല്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ടുകൾ ഏകദേശം മെയ് 18-ാം തീയതിയോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലവും അതോടൊപ്പം തന്നെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.